ഹേ ഗായ്സ്, അപ്പോൾ ഇത് ഓണത്തിൻ്റെ തലേന്നുള്ള വ്ളോഗാണ്. അപ്പോൾ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാം അമ്മയുടെ സ്റ്റുഡൻസാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കള ഇടണമെന്ന്, പക്ഷെ അപ്പോൾ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലുള്ള പൂവൊക്കെ പറിച്ചിട്ട് വന്നു. അപ്പോൾ അമ്മയും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പൂവൊക്കെ മേടിക്കാൻ. അവർ തന്നെ പോയി പൂവൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടി. ആക്ച്വലി എനിക്ക് ഈ വർഷം ഓണത്തിന് അത്തമൊന്നും ഇടാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ വന്ന് നിർബന്ധിച്ചതുകൊണ്ട് പിന്നെ അവരുടെ കൂടെ ഞാനും കൂടി. പിന്നെ ഫുൾ ഐഡിയൊക്കെ ഞാനാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഒരർത്ഥം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു അത്തവും കിട്ടപ്പോഴേക്കും കുറച്ചും കൂടി കുഞ്ഞിലെ ആഘോഷിച്ച ആ ഒരു മെമ്മറീസൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വന്നത്. ആ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ 10 ദിവസം അത്തം തുടങ്ങുന്ന 10 ദിവസം കണ്ടിന്യൂസ്ലി അത്തമിട്ടൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചപ്പോഴേക്കും ചെറിയൊരു നൊസ്റ്റൊക്കെ അടിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഗൗരിയും കൂടെ വന്നത്. ഗൗരി വീടിനടുത്തുള്ളത്. ഗൗരി കൂടെ വന്നപ്പോഴേക്കും കുറച്ചും കൂടി കളർഫുള്ളായി. ശരിക്കും പണ്ട് ഞാനും അമ്മു ചേച്ചിയും അത്തമിടുമ്പോഴേക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്ന ഗൗരിയായിരുന്നു. അതേപോലെ തന്നെ ഗൗരിയുടെ അവിടെ ഞങ്ങൾ അത്തമിടാൻ വേണ്ടി ഞാനും അമ്മു ചേച്ചിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചിരാതൊക്കെ സെറ്റാക്കി ചിരാത് തെളിയിച്ചു തുടങ്ങി. ശരിക്കും ഈ ചിരാത് തെളിയിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. കുറച്ചും കൂടി ചിരാതും കൂടെ തെളിയിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്തത്തിനൊരു വേറെ ഒരു ഫീൽ കിട്ടി. പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര കാര്യമായിട്ടിരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നെന്ന് പറഞ്ഞ് ഓടിയിരുന്നു. പിന്നെ വീടിനടുത്തുള്ള ശ്രേയ വന്നിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അത് ബലം പിടിച്ച് നിൽക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പൂക്കളം റെഡിയായി. പിന്നെ ഇവർക്ക് എന്തെങ്കിലും മധുരം കൊടുക്കണമല്ലോ. അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ പായസം ഉണ്ടാക്കി, പാൽപ്പായസം ഉണ്ടാക്കി. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് പായസം പാൽപ്പായസം. പിന്നെ അവർക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് ജെൻസി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ പായസമൊക്കെ കുടിച്ചിരുന്നു. ശരിക്കും നാളെ തിരുവോണമല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നാളത്തേക്കെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ ബൈ.